നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യങ്ങളാണ് നാം എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നാലും നമ്മുടെ ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ്. വേദപുസ്തകത്തിൽ ജോസഫും ഉണ്ട്, ശിംശോനും ഉണ്ട്. ജോസഫ് പരീക്ഷണത്തിലാകപ്പെടുമ്പോൾ ആ സ്ത്രീ പറയുന്നു, ഭർത്താവില്ല ഇവിടെ. പക്ഷേ ജോസഫ് ഹൃദയം കൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ തെറ്റിയതിൽ ദൈവം ഇവിടെ ഉണ്ട്, ദൈവത്തിനെതിരെ പാപം ഞാൻ തയ്യാറല്ല. എന്നാൽ ശിംശോൻ അതേ ശക്തി ദൈവം കൊടുത്തൊരു മനുഷ്യനായിരുന്നു. പക്ഷെ താൻ അവിടെ പാപത്തിലേക്ക് വഴുതിപ്പോണ്. ദൈവം കൊടുത്ത കൃപയെ താൻ വ്യർത്ഥമാക്കുകയാണ്. ക്യാരക്ടർ ഏറ്റവും വിലയേറിയതാണ്. സത്യം മാത്രം സംസാരിക്കാൻ. അതാണ് സർവായുധ വർഗങ്ങളെക്കുറിച്ച് പറയുമ്പോഴും സത്യം അരക്കി കെട്ടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം സത്യം നമ്മളെ, യേശു തന്നെ പറഞ്ഞ വഴിയും സത്യവും ജീവനാണ്. സത്യം നമ്മളെ ആ നിത്യത വരെ കൊണ്ടുപോകും. ആ സത്യത്തിൽ നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ പ്രവൃത്തിക്കകത്തും, സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞ പോലെ അന്തരംഗത്തിലെ സത്യമല്ലോ ഇച്ഛിക്കുന്നത്. അപ്പം അകത്തൊരു നേരെ, അകത്തൊരു നീതി, അത് ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ക്യാരക്ടർ. പറയുന്ന വാക്കുകൾ നിവർത്തിക്കാൻ, പണ്ട് പറയുന്നൊരു ഭാഷയിലെ പഴയ വാക്കും അല്ലെ ചാക്കും വാക്കും, അങ്ങനല്ല, അത് നിവർത്തിക്കാൻ. ശതാധിപൻ പറയുന്നൊരു വാക്കുണ്ട് യേശുവിനോട്, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. പീറ്റർ പറയുന്നു, പത്രോസ് പറയുന്നു, രാത്രി മുഴുവൻ അധ്വാനിച്ചെങ്കിലും അക്കോർഡിംഗ് ടു യുവർ വേർഡ്. ആ വാക്കുകൾക്ക് അത്ര ശക്തിയാണ്. ഈ ആകാശത്തെ നിർത്തിയിരിക്കുന്ന അവൻ്റെ വായിലെ വാക്കുകളാണ്. അപ്പം നമ്മൾ പറയുന്ന വാക്കുകളിൽ നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ഭാഗമാണ്, വിശ്വസ്തയുടെ ഭാഗമാണ്, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് മറന്നുപോകല്ലേ. അതുപോലെ ഗുഡ് റെസ്പോൺസ് ടു അതേഴ്സ്, മറ്റുള്ളവരോട് റെസ്പോണ്ട്. നമ്മുടെ ആ പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠമായിട്ട് കാണുമ്പോൾ നമ്മുടെ ഇടപെടലിലും നമ്മുടെ വാക്കിലും നമ്മുടെ പ്രവൃത്തിയിലും മറ്റുള്ളവരെ മാനിക്കാൻ, നല്ല രീതിയിലേക്ക് ചില കാര്യങ്ങൾ ഞാൻ വരാം, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഏറെക്കുറെ അത് നിവർത്തിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. നല്ലൊരു അതിന് പറഞ്ഞൊരു സമീപനം, അതെല്ലാം നമ്മുടെ ക്യാരക്ടറിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നമ്മളെപ്പോഴും നന്ദി പറയുന്നവരായിട്ട്, അഥവാ നമുക്കൊരു മിസ്റ്റേക്ക് വന്നാൽ ഒരാളോട്, കുഞ്ഞുങ്ങളോട് പോലും സോറി, എനിക്കങ്ങനെ തെറ്റുപറ്റി, പങ്കാളിയോട് ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ടല്ല, എന്നിങ്ങനെ ബലഹീനത വന്നു, ആ വ്യക്തി സോറി പറയുമ്പോഴും അത് അംഗീകരിക്കാൻ, ഷോക്കെ എന്ന് പറയാനൊരു മനോഭാവം, വിട്ടയക്കാൻ. അപ്പം അതും നമ്മുടെ ഒരു നല്ലൊരു സ്വഭാവം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു മാനസാന്തരം. കർത്താവ്, എനിക്ക് തെറ്റുപറ്റിപ്പോയി, ദൈവത്തോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഞാൻ അറിയാതെ അങ്ങനെ ഞാൻ പെരുമാറിപ്പോയി, എന്നെ ക്ഷമിക്കണം, എൻ്റെ ഒരു കുറവുണ്ട്. തീർച്ചയായിട്ടും നമുക്കവിടെ വലിയൊരു മാന്യത ലഭിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമാണ്. മിസ്റ്റേക്കുകൾ അതുപോലെ മറ്റുള്ളവരെ ക്ഷമിച്ച് വിട്ടയക്കാൻ. ആരെങ്കിലും നമ്മളോട് ക്ഷമിക്കണമേ ഞാൻ പറയുമ്പോൾ അവരെ ഹൃദയംഗമായി അനുഗ്രഹിച്ച് ക്ഷമിച്ച് വിട്ടയക്കാൻ ഒരു മനോഭാവം. ഇതെല്ലാം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉന്നതിയിലേക്ക് ദൈവത്തിന് ഉയർത്താൻ കഴിയും. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ ഒരു കൊരണ്ടിയെ, നമ്മൾ സാധാരണ പറയുന്ന ഭാഷയിൽ ചെറിയൊരു ബെഞ്ചേന്ന് വീഴുന്ന പോലല്ല വലിയൊരു ഏണിയെന്ന്. എത്ര ഉന്നതങ്ങളിൽ നിൽക്കുന്നവരും ദൈവം വരെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം നമ്മുടെ ക്യാരക്ടറാണ്. അത് ഏറ്റവും വലിയൊരു സ്വഭാവം, ഏറ്റവും വലുതാണ്. പണിയപ്പെട്ട് തന്നെ വളർന്നു വരുമ്പോൾ വിജയകരമായ ഒരു ജീവിതം ജീവിക്കാൻ കഴിയും. ദൈവം സഹായിക്കട്ടെ.